വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇന്നത്തെ വിശേഷം? ഇന്ന് മുതിര കൊണ്ടുള്ള ചമ്മന്തിയാണ്. മുതിര ചമ്മന്തി അതെങ്ങനെയത്? മുതിര വറുക്കുക, നന്നായി വറുക്കുക. ഒരു സ്മെല്ല് വരും. മുതിര വറുക്കഴിഞ്ഞ് നല്ലൊരു മണം വരും. അത് എന്നിട്ട് പിന്നെ പച്ചമുളകും ഉള്ളി നാളികേരം, പുളി ആവശ്യമുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഒഴിക്കാം. പുളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സാധനങ്ങളാണിത്: നാളികേരം, മുതിര, ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മുതിരയിലേക്ക് പുളി. ഇത് 50 ഗ്രാമാണ് കേട്ടോ മുതിര എടുത്തോണ്ട്. ഇത് കഴുകി വെച്ച മുതിര കല്ലൊക്കെ കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. 50 ഗ്രാം. നാളികേരമൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ എരിയൊക്കെ അവരുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം മുതിര വറുക്കാം. ഇഞ്ചിട്ട് ചൂടായി നമുക്ക് അതിലേക്ക് കഴുകി വെച്ച മുതിര ഇടാം. ഇത് നന്നായി ചോക്ക വറുക്കണം. എന്തായി മുതിര വറുത്തോണ്ടിരിക്കണം. മുതിര കഴുകിയതല്ലേ, അപ്പൊ ഒന്ന് വെള്ളം നനവുണ്ട്. അപ്പൊ കുറച്ച് സമയം പിടിക്കും. മുതിര പിന്നെ ഈ വർഷക്കാലം ആയതുകൊണ്ട് മുതിര ചമ്മന്തി അടി, അല്ലെങ്കിൽ മുതിര എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാ, ചൂടല്ലേ മുതിര ചൂടല്ല. വർഷക്കാലത്ത് നല്ലൊരു ഡിഷാണ് ഈ മുതിര ചമ്മന്തി. അപ്പൊ നമ്മളത് വറുത്തത് കുറച്ചും കൂടി ആവാണ്ട് ഒരു ഇതില്ലേ മുതിര കുതിരയ്ക്കും കൊടുക്കുന്ന അത്രയും നല്ല സാധനം അതാണ്. അതിന്റെ ഫ്ലേവർ വരണം നന്നായിട്ട്. അപ്പൊ അതിലേക്ക് നാളികേരം പിന്നെ ഒന്നും ചെയ്യണ്ട, ഇത് മാത്രം വറക്കാൻ വയ്യ. അത് വറക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് പൊടിയില്ല. അപ്പൊ അത് ആദ്യം അടിക്കുക മിക്സിയിൽ. അത് നാളികേരം എല്ലാം പോകും. വറുത്ത് മൂത്ത് തുടങ്ങി പൊട്ടി തുടങ്ങിയത്. പിന്നെ ആ സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫാക്കാം. ഇനി നമുക്ക് ഒന്ന് ചൂടാറിയിട്ട് ഇത് മിക്സിയിട്ട് പൊടിക്കണം. ചൂടാറിയില്ലെന്ന് വെച്ചാൽ ഇത് പൊടിക്കണമെങ്കിൽ നല്ല മുരിച്ചിട്ടുണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ അത് മുതിര കിട്ടും. എന്തായി ചമ്മന്തി? ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. ചമ്മന്തി ഉണ്ടാക്കിയത് മനസ്സിന് ചോറിനായി. അത് കാച്ചിരിക്കാൻ പെട്ടെന്ന് ആവട്ടെ. നേരം കൂടെ തുടങ്ങിട്ട് ഇതിൽ കുറച്ച് ഉപ്പിട പൊടിക്കുന്നുണ്ട്. ഫസ്റ്റിനെ നമ്മളിത് മുതിര പൊടിച്ചു. നന്നായി പൊടിഞ്ഞിട്ടില്ലേ. ഇനി നമുക്ക് ഇതിൽ പച്ചമുളകും ഉള്ളി നാളികേരം ഇടാം. ഉപ്പിട്ടുണ്ടായിരുന്നു മുന്നേ, മുതിരയുടെ കൂടെ ഉപ്പിട്ടിട്ട് പൊടിച്ചത്. ഇനി നമുക്ക് പൊടിക്കും. നാളികേരവും അല്ലാതെ അരച്ച് ഇനി ഒരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് അത് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് റൗണ്ട് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും പിടിക്കും. നമ്മളിതിൽ വെള്ളം എന്ന് വെച്ചിട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 ടീസ്പൂൺ എന്നാണ് പറഞ്ഞത്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എരിവൊക്കെ പാകത്തിനുണ്ട്. നമുക്കിതിന് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഇന്ന് കഞ്ഞി കഴിക്കുന്നു. കഞ്ഞിക്കൊപ്പം ചമ്മന്തി, നല്ല ചമ്മന്തി ചോറും കണ്ടത് ചെറിയില്ല എൻ്റെ കയ്ക്ക്. പിന്നെ കൂടാതെ നമ്മൾ ഇന്നത്തെ കറി മത്തനും ഈ ചക്കക്കുരും കൂടിയിട്ടും പോരാത്തത് മുതിരയും കായും. അപ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ്? എനിക്കിഷ്ടപ്പെട്ടു. ടേസ്റ്റ് ആ മുതിരയുടെ ഒരു മണവും കുത്തിട്ട് ടേസ്റ്റായിട്ടാണ്. നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കണം. നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ. നല്ലൊരു വറവ് മണവും പിന്നെ പച്ചമുളക്. മുതിരയ്ക്ക് പണ്ട് വറുത്തിട്ട് കുത്തി തെരഞ്ഞ് കറി വയ്ക്കും ലൂസായ. അത് ഞാൻ അങ്ങനെ പായസം പോലെ കൂരി കഴിക്കുന്ന കാലനാണ്. ഇപ്പം അത് അന്നൊക്കെ മുതിര വീട്ടുകളിൽ വേണ്ടത് ഉണ്ടാക്കണം. ഇപ്പം മുതിര പാടങ്ങളില്ല, കടയിൽ നിന്ന് മേടിക്കുന്നു. അപ്പം അതിന് അതുകൊണ്ട് പിന്നെ മുതിരേരെ തിരഞ്ഞുണ്ടാക്കണ കറിപ്പ് ഉണ്ടാക്കാറില്ല. അപ്പം എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും എനിക്കിഷ്ടമായി തന്നെ കഴിക്കാതെ ചോറിന് വേറൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ. Please subscribe, like, comment, share and enable the bell button.